പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നയന ആദർശ് വരുന്നത് കാണുന്നുണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പോൾ നയനയാണെങ്കിൽ അതിങ്ങനെ ഓർക്കുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് തന്നെ അത് അവിടെ നിന്ന് മാറ്റിയതാണ്. പിന്നീട് ആദർശ് കിടന്നുറങ്ങുന്നുണ്ട്. അപ്പോൾ നയനയാണെങ്കിലും എല്ലാം വരച്ച് കഴിഞ്ഞ് റൂമിലേക്ക് വന്നിട്ട് മെല്ലെ വാതിലടയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. വാതിലടച്ചിട്ട് ഷെൽഫിൽ കൊണ്ടുവയ്ക്കുന്നുണ്ട്. എന്നിട്ടാണെങ്കിലും ഇങ്ങനെ ആദർശിനെ നോക്കിയിട്ട് ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു, പാവം കുട്ടികളെ പോലെ കിടന്നുറങ്ങുന്നുണ്ടില്ലേ, പാവം എനിക്കിങ്ങനെ കൂർക്കം വലിച്ചൊന്ന് കള്ളം പറയേണ്ടി വന്നല്ലോ, കൂർക്കം വലിച്ചിട്ടില്ലെങ്കിലും എന്നൊക്കെ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ആദർശേട്ടൻ എണീറ്റ് എൻ്റെ കവറൊന്നും നോക്കാൻ പോകുന്നില്ല എന്നിങ്ങനെ വിചാരിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ഗോവിന്ദനും കനകയും കൂടെ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ കനകയാണെങ്കിൽ കുടുക്കയൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ നേർച്ച നേർന്ന് ഇങ്ങനെ കുടുക്കയിലിടുന്നതാണ്. ഇനിയിപ്പോൾ എന്തായാലും ഇങ്ങനെ പൈസ കയ്യിൽ വരുമ്പോൾ ദൈവങ്ങളെ തൃപ്തിപ്പെടുത്താം, ഇപ്പോൾ ചന്ദ്രന് കൊടുക്കാനുള്ള കുറച്ച് പലിശയെങ്കിലും കൊടുക്കാമല്ലോ എന്ന് പറയുമ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, കറണ്ട് ബില്ല് വന്നിട്ട് അത് അടച്ചിട്ടില്ല, അത് അടയ്ക്കേണ്ട ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അവരത് കട്ടാക്കുമെന്ന് പറയുന്നുണ്ട്. ഇതിപ്പോൾ അതിനല്ലേ തികയുള്ളൂ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇവർ സംസാരിക്കുന്നത് നന്ദ് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പം പിന്നീട് ഗോവിന്ദനാണെങ്കിലും കനകയോട് പറയുന്നുണ്ടായിരുന്നു, ചന്ദ്രനൊക്കെ എന്തായാലും പൈസ തിരിച്ചു കൊടുക്കണമല്ലോ, അപ്പോൾ ആവശ്യ സമയത്ത് വാങ്ങിച്ചാണല്ലോ, അപ്പോൾ അതെന്തായാലും തിരിച്ചു കൊടുക്കണ്ടേ. അപ്പോൾ ഇപ്പോൾ ആരും അങ്ങനെ പലിശയ്ക്കൊന്നും പണം കൊടുക്കുന്നില്ല, അത് വലിയ തെറ്റൊക്കെയാണ്. എന്തായാലും വാങ്ങിച്ച പണം തിരിച്ചു കൊടുക്കണമെങ്കിൽ ഇനി വേറെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പലിശയ്ക്ക് പണം വാങ്ങിക്കേണ്ട അവസ്ഥയാണെന്നൊക്കെ പറയുമ്പോൾ കനക അങ്ങനെ പറയുന്നുണ്ട്. ഞാൻ ഒരുപാട് പേരോട് ചോദിച്ചു, പക്ഷെ ആരും കനിയുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ നന്ദു വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് പറയാണ്. അപ്പോൾ നീ ഇപ്പോൾ എവിടേക്കാണ് പോകുന്നത്? ഇപ്പോൾ വീട്ടിലെ സാധനങ്ങൾ വാങ്ങിക്കാൻ തന്നെ ഇവിടെ പൈസ തികയുന്നില്ല, നീ പുറത്ത് പോയി ഇങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ഞാനായിട്ടൊരു പ്രശ്നത്തിനും പോവില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് നന്ദു അവിടെ നിന്ന് പോകുന്നത്. പിന്നീട് കനകയും ഗോവിന്ദനും കൂടെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. രണ്ട് പെൺമക്കളെ നല്ല രീതിയിൽ കല്യാണം കഴിപ്പിച്ച് അയച്ചിരുന്നെങ്കിൽ നമുക്ക് ഇതിനേക്കാളേറെ ചിലവ് വന്നിരുന്നേന്. ഇപ്പോൾ അതൊന്നും ഇല്ലല്ലോ. എന്തായാലും പിന്നീട് കനകയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, നന്ദുവിന് ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ട് ഉണ്ടാവില്ലായിരുന്നു എന്ന്. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, അവളിപ്പോൾ പഠിക്കേണ്ട സമയമല്ലേ, ഇപ്പോൾ ആർട്ട് ഗാലറിയിൽ അങ്ങനെ പഴയ പോലെ കച്ചവടം ഒന്നും നടക്കുന്നില്ല, നൈനമോൾ ഉണ്ടായിരുന്ന സമയത്ത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അവളിപ്പോൾ പഠിക്കട്ടെ എന്നൊക്കെ പറയുകയാണ്. ഇപ്പോൾ അങ്ങനെ പ്രതിമയൊക്കെ കുറച്ചൊക്കെ കൊണ്ടുകൊടുക്കുന്നത് നന്ദുവാണ്, ഒരാളുടെ കൂലിയെങ്കിലും കുറയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് ആദർശവും നൈനയും കൂടെ കാറിൽ പോകുന്നുണ്ട്. അപ്പോൾ നൈനയാണ് കേട്ടോ വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ ആദർശാണെങ്കിലും ഇങ്ങനെ സഹായിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് സ്റ്റിയറിങ്ങിൽ ആദർശ് കൈ വയ്ക്കുന്ന സമയത്ത് നൈനിങ്ങനെ ആദർശിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ നേരെ നോക്കി വണ്ടി ഓടിക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ഫോണിൽ എന്തോ മെസ്സേജ് എന്തോ വരുന്ന സമയത്ത് ആ ഫോൺ എടുത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ആദർശ് വഴക്കിടുന്നുണ്ട്, ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ ഫോൺ എടുക്കരുതെന്ന് നിനക്കറിയില്ലേ, ഞാൻ എപ്പോഴെങ്കിലും അങ്ങനെ ചെയ്യുന്നത് നീ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആദർശേട്ടൻ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറയുന്നത്, ഞാൻ അങ്ങനെ ഫോൺ എടുത്താലും സൈഡിൽ ഒതുക്കിയിട്ടാണ് സംസാരിക്കാരെന്ന് പറയാണ്. അപ്പോൾ നൈന പറയുന്നുണ്ട്, എനിക്ക് സൈഡിൽ ഒതുക്കി ചെയ്യാനുള്ളതൊന്നും ആയിട്ടില്ലല്ലോ എന്നൊക്കെ പറയാൻ. അങ്ങനെ പറയുന്ന സമയത്ത് ആദർശ് പറയുന്നുണ്ട്, ഇങ്ങനെയാണെങ്കിൽ നീ ഒരിക്കലും ടെസ്റ്റ് പാസ്സാവില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ. പിന്നീട് നീ ഇനി കുറച്ച് സമയം നീ തന്നെ തനിയെ ഓടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് പോകുന്നുണ്ട്. പിന്നീട് നന്ദു ആണെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് ഇങ്ങനെ അവിടെ അയാളോട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, ഞാനിപ്പോൾ ഡിഗ്രി ഫൈനൽ ഇയർ ആണ്, അപ്പോൾ പഠനമൊന്നും നടക്കാത്തൊരു സാഹചര്യമാണ്, ഇപ്പോൾ ജോലിക്ക് പോയി പഠിക്കേണ്ട അവസ്ഥയാണ്, അപ്പോൾ ഒരു ജോലി കിട്ടിയാൽ നന്നായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, ഇവിടെ ജോലി ഉണ്ടെന്ന് ആരാ പറഞ്ഞതെന്ന് ചോദിക്കും. അപ്പോൾ അതാരും പറഞ്ഞിട്ടില്ല, എനിക്ക് ഒരു ജോലി കിട്ടിയാൽ നന്നായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ അത് നിനക്ക്, പക്ഷേ എനിക്ക് അങ്ങനെയല്ല, ഒരാളെ ഇങ്ങനെ ജോലിക്ക് വെച്ചാൽ മാസം ശമ്പളം തരണ്ടേ, അതിനുള്ള സെയിലൊന്നും ഇവിടെ നടക്കുന്നില്ല, ഇപ്പോൾ എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് പറഞ്ഞിട്ട് അയാൾ ഇങ്ങനെ ജോലി ഇല്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അയാൾ കുറച്ചിങ്ങനെ ദേഷ്യത്തോടെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നന്ദു ആണെങ്കിലും അതുപോലെ തന്നെ തിരിച്ച് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ജോലി ഇല്ലെങ്കിൽ അത് പറഞ്ഞാൽ പോരെ, വേറെ എവിടെയെങ്കിലും പോയി ജോലി ചോദിക്കുന്നൊക്കെ അയാൾ പറയുമ്പോൾ അതൊക്കെ ഞാൻ ചോദിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് അയാളോട് കുറച്ച് ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്. അപ്പോൾ നന്ദു ആണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി പോരുന്ന സമയത്ത് ഓരോന്നിങ്ങനെ രാവിലെ തന്നെ എഴുന്നള്ളിക്കോളും ഇങ്ങനെ ആൺവേഷം കെട്ടിയിട്ടെന്ന് പറയുമ്പോൾ അത് നന്ദുവിന് ഇഷ്ടാവുന്നില്ല കേട്ടോ. അപ്പോൾ വീണ്ടും ചെന്നിട്ട് അയാളെ വഴക്കൊക്കെ പറയുന്നുണ്ട് കേട്ടോ നന്ദു ആണെങ്കിലും. എന്നിട്ട് നന്ദു അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോരും, വെറുതെ ചൂട് പിടിപ്പിക്കരുത്, ഞാൻ ഇങ്ങനെ വെയിലത്ത് നിന്ന് വരികയാണെന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ കുറച്ച് ദേഷ്യത്തോടുകൂടി അയാളോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി പോകുന്നുണ്ട്. പിന്നീട് നന്ദുവിൻ്റെ ഒരു ഫ്രണ്ടിനോട് ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു, എനിക്കൊരു ജോലി കിട്ടിയേ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട്, ഞാൻ ഒരു റെസ്റ്റോറൻറ്റിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്, നമുക്ക് അവിടെ പോയി നോക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് അവരിങ്ങനെ ഒരുപാട് പേരെ സഹായിച്ച കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ഒരു ബിസിനസ് എങ്ങാനും തുടങ്ങിയാൽ മതിയായിരുന്നു, എന്നാൽ പിന്നെ കയ്യിൽ പണം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയണം. അപ്പോൾ എന്തായാലും നന്ദുവിന് ജോലി അത്യാവശ്യമാണല്ലോ, അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാമെന്ന് നീ വണ്ടിയിൽ കയറിയെന്ന് പറയുമ്പോൾ നന്ദു ആണെങ്കിലും അയാളുടെ ബൈക്കിൻ്റെ പിറകിൽ കയറിയിട്ട് അവരങ്ങ് പോകുന്നുണ്ട്. അതിനുശേഷം പവിത്രേനെയാണെങ്കിൽ നയനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ നയനെ വിളിക്കുന്ന സമയത്താണെങ്കിലും ഇങ്ങനെ പവിത്ര
അങ്ങനെ കോൾ എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എടുക്കണോ എടുക്കണ്ടോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നൈന പറയുന്നുണ്ട്, എനിക്ക് തന്ന ജോലി കൃത്യസമയത്ത് തന്നെ ചെയ്തു തന്നില്ലേ, അപ്പോൾ ഞാൻ ആവശ്യപ്പെട്ട ഫീസ് തരണ്ടേ എന്നുള്ള രീതിയിൽ അത് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാഡം എന്താ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ അത് തുറന്ന് പറയണം. പവിത്രയ്ക്ക് ഞാൻ ഇങ്ങനെ എല്ലാം അയച്ചു തന്നില്ലേ, അപ്പോൾ ഞാൻ ചോദിച്ച ഫീസ് തരണ്ടേ എന്നുള്ളതിൽ സംസാരിക്കുകയാണ്. ആ സമയത്ത് പവിത്രയാണെങ്കിലും പറയുന്നുണ്ട്, അത് ഞാൻ ഓർക്കാതിരുന്നിട്ടല്ല, അപ്പോൾ അങ്ങനെ MD വന്നിട്ടില്ല, അങ്ങനെ എന്തൊക്കെയോ മീറ്റിംഗ് ഉണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ടേ വരുള്ളൂ, അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഉടനെ ഞാനത് അയച്ചു തരാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ആദർശ് അവിടേക്ക് ഓഫീസിലേക്ക് എത്തുന്നുണ്ട്. അപ്പം നൈനയാണെങ്കിലും മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, പവിത്ര എന്നെ ചീറ്റ് ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നീട് പവിത്രയാണെങ്കിലും നൈനയോട് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ സാറ് എന്തായാലും വൈകുന്നേരം ആവും എത്താനെന്നൊക്കെ പറയുകയാണ്. അപ്പോഴേക്കും ആദർശ് അങ്ങനെ ഓഫീസിലേക്ക് കയറുമ്പോൾ എല്ലാവരും ആദർശിനെ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് വിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നൈന അത് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് നൈനയ്ക്ക് ആ ഒരു സംശയം വരുന്നത്, പവിത്ര എന്നെ ചീറ്റ് ചെയ്യുകയാണോ എന്നുള്ളത്. അപ്പോൾ ഫോണൊന്നും കോള് കട്ടാക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ നേരെ പവിത്രയുടെ അടുത്തേക്കാണ് കേട്ടോ ആദർശ് വരുന്നത്. അപ്പോൾ പവിത്ര വരച്ച ഡിസൈനിനെ കുറിച്ചും ഒക്കെ തന്നെയാണ് പറയുന്നത്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് മൂർത്തി ജ്വല്ലറീസിന് ഒരു നല്ലൊരു ഡിസൈനറെ കിട്ടിയത് എന്നൊക്കെ പറയുകയാണ്. എല്ലാ ബ്രാഞ്ചിലേക്കും പവിത്ര വരച്ചിട്ടുള്ള ഡിസൈൻ അയച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എല്ലാവർക്കും പവിത്രേനെ നേരിട്ട് കണ്ട് സംസാരിക്കണം എന്നൊക്കെ ഉണ്ട്, പരിചയപ്പെടണം എന്നൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ പവിത്ര പറയുന്നുണ്ട്, എല്ലാവരോടും വരാൻ പറയുന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് ഡിസൈനെ കുറിച്ചും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് എല്ലാം ആദർശിനാണ്. അതുപോലെ തന്നെ ഇങ്ങനെ അതിന് കിട്ടുന്ന നല്ലൊരു ഓർഡറൊക്കെയാണല്ലോ നടന്നത്. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ കിട്ടുന്ന ലാഭം പവിത്രയ്ക്കും കൂടെ അവകാശപ്പെട്ടതാണ്, അതെന്തായാലും പവിത്രയ്ക്ക് കിട്ടുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പവിത്രേനെ ഒരുപാട് പൊക്കി പറഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ ആദർശ് അവിടെ നിന്ന് അങ്ങ് പോകുന്നത്. അതുപോലെ തന്നെ ആദർശതൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോകുന്ന സമയത്താണെങ്കിലും ഇനിയിപ്പോൾ ഇതിൻ്റെ ക്രെഡിറ്റ് എല്ലാം അവർക്ക് കൊടുക്കേണ്ടി വരുമോ, നൈനയ്ക്ക് കൊടുക്കേണ്ടി വരുമോ എന്നുള്ള ഒരു ചിന്തയൊക്കെ പവിത്രയ്ക്കുണ്ട്. പിന്നീട് നൈനയാണെങ്കിലും ഇങ്ങനെ ആദർശേട്ടൻ്റെ ശബ്ദം തന്നെയാണ് അവിടെ കേട്ടത്. അപ്പോൾ എന്താ വീണ്ടും ഒന്ന് വിളിച്ചു നോക്കാന്നുള്ള രീതിയിൽ നൈന പവിത്രേനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പവിത്രയാണെങ്കിലും ഫോണ് നൈനയാണെന്ന് അറിയുമ്പോൾ അത് എടുക്കാതെ അവിടെ തന്നെ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നൈന വീണ്ടും വിളിക്കുന്നുണ്ട്, ഇത് മനഃപൂർവ്വം അങ്ങനെ എടുക്കാതെ ഇരിക്കുകയാണെന്ന് വിചാരിച്ചിട്ട് വീണ്ടും വിളിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും വിളിക്കുമ്പോഴും ഇങ്ങനെ പവിത്ര ഫോണൊന്നും എടുക്കുന്നില്ല. എന്നാൽ പിന്നെ ഒരു മെസ്സേജ് അയക്കാമെന്ന് പറഞ്ഞിട്ട് നൈന മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ മെസ്സേജിൻ്റെ ട്യൂണ് കേൾക്കുമ്പോൾ തന്നെ പവിത്ര ഫോൺ എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശേട്ടൻ അവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയാം, അതുപോലെ തന്നെ കള്ളം പറയുകയാണെങ്കിൽ അത് എല്ലാം പൊളിച്ചെടുക്കാൻ എനിക്കറിയാം എന്നുള്ളൊരു മെസ്സേജ് ആയിരിക്കും കേട്ടോ അയച്ചിട്ടുണ്ടാവുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇനിയിപ്പോൾ ഞാനും അത് തുറന്ന് പറഞ്ഞാലോ എന്നുള്ള പേടിയിൽ പെട്ടെന്ന് തന്നെ നൈനേനെ തിരിച്ചു വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശേട്ടൻ അവിടെ ഉണ്ടല്ലോ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മാഡത്തിന് അതെങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ആദർശേട്ടൻ അവിടെ എല്ലാവരെയും വിഷ് ചെയ്യുന്നതും തിരിച്ച് വിഷ് ചെയ്യുന്നതൊക്കെ ഞാൻ കേട്ടു. അപ്പോൾ പവിത്ര കോള് കട്ടാക്കിയിട്ടില്ലായിരുന്നല്ലോ എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ പവിത്രയ്ക്കാണ് അപ്പോഴാണ് അബദ്ധം പറ്റിയല്ലോ എന്നുള്ളൊരു കാര്യം മനസ്സിലാവുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ എനിക്കിതിപ്പോൾ ആദർശേട്ടൻ ഓഫീസിലുണ്ടോയെന്ന് അറിയാനായിട്ട് ഒരു ഫോൺ കോൾ മാത്രം മതി, അതും കൂടെ പവിത്ര ഒന്ന് ആലോചിക്കുന്നത് നന്നാവും എന്നുള്ള രീതിയിലും നൈന പറയുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് പവിത്രയാണെങ്കിലും അവിടെ കിടന്ന് എന്തായാലും നൈനയ്ക്ക് മനസ്സിലായല്ലോ, അപ്പോൾ അതെന്തായാലും ഇനിയിപ്പോൾ അതെങ്ങാനും തുറന്നു പറഞ്ഞാൽ എല്ലാതും പോകുമല്ലോ. അപ്പോൾ പിന്നീട് പവിത്രയാണെങ്കിലും പറയുന്നുണ്ട്, ഞാൻ ആ ഡിസൈനൊക്കെ ഒന്ന് സാറിനെ കാണിച്ചിട്ട് പറയാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നൈന പറയുന്നുണ്ട് ആ ഡിസൈൻ എല്ലാം ഓക്കെ ആണെന്ന്. അപ്പോൾ പവിത്രയാണെങ്കിലും അതൊക്കെ എനിക്കറിയാം, എന്നാലും അതിൻ്റേതായ ഒരു രീതി ഉണ്ടല്ലോ, സാറിനെ കാണിച്ചിട്ട് എന്തും ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതിൽ പറയുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ എൻ്റെ ജോലി നഷ്ടപ്പെടും എന്നുള്ളതിൽ പവിത്ര സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നീട് ഞാൻ എന്തായാലും സാറിനെ കാണിച്ച് സാറ് അത് ഓക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും എനിക്കൊരു കമ്മീഷൻ കിട്ടാതിരിക്കില്ല, അത് കിട്ടിയാലുടനെ ഞാൻ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തോളാം എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പവിത്ര. പിന്നീട് നൈനയാണെങ്കിലും ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരുന്നു, ഒരാൾക്കൊരു നേട്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇങ്ങനെ സ്വയം ഒരു ചിന്തയാണ്, ഇങ്ങനെ ഞാനെന്ന ആ ചിന്ത മാറാതെ ഇവിടെ ഒന്നും നടക്കില്ല എന്നൊക്കെ നൈന മനസ്സിലിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നീട് പവിത്രയാണെങ്കിലും ഡിസൈനും കൊണ്ട് ആദർശിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആദർശാണെങ്കിൽ ഇങ്ങനെ നൈന നേരത്തെ വരച്ചിട്ടുള്ള ഡിസൈനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നൈന പവിത്ര അങ്ങ് ചെല്ലുന്ന സമയത്ത് പറയുന്നുണ്ട്, പവിത്ര നേരത്തെ വരച്ച ഡിസൈനൊക്കെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, നല്ല എക്സലൻ്റ് ആയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പവിത്രേനോട് പറയുന്നുണ്ട്. അപ്പോൾ പവിത്രയാണെങ്കിലും കാര്യം തുറന്നു പറയാനായിട്ട് ചെന്നതാണ് കേട്ടോ. അപ്പോൾ സാറിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഞാനൊരു കാര്യം മറച്ചു വെച്ചിട്ടുണ്ട്, സാറ് ദേഷ്യപ്പെടുമെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ എന്തിനാണ് ഞാൻ ദേഷ്യപ്പെടുന്നത്, ഇത്രയും നല്ല ഡിസൈൻ വരച്ച് തന്നെ ഒന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സാർ അന്ന് NRI ക്ലൈൻറ്റിന് ഇംപ്രസ് ചെയ്യുന്ന രീതിയിൽ ഡിസൈൻ വേണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ കുറിച്ച് ഓർത്തു, അവളും കൂടെ എന്നെ സഹായിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അതാണോ കാര്യം, എന്താ ഫ്രണ്ടിൻ്റെ പേര് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ പവിത്ര പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു, ഞാനും അവളും കൂടെയാണ് ഇങ്ങനെ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറയുമ്പോൾ പേര് ചോദിക്കുകയാണ്. അപ്പോൾ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.